ഒരാളും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഈ രാമക്ഷേത്രം പണിതപ്പോൾ ഇവിടെ ഹരിദാസേട്ടൻ പറഞ്ഞു, പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോ നമ്മളെല്ലാവരും കരുതിയത് എന്താ? UP-യിലെ ഹിന്ദുക്കൾ മുഴുവൻ ഇവരുണ്ടാക്കി വെച്ച ആ രാമന്റെ പുറകെ പോകുമെന്ന്. നമ്മൾ വളരെ കുറച്ചു പേരെ പറഞ്ഞു. ഞാനൊന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ചെയ്തു, ഹരിദാസേട്ടൻ പറഞ്ഞതുപോലെ എന്റെ രാമൻ ഇപ്പോൾ അയോധ്യയിലല്ല നിൽക്കുന്നത്, ഹേ റാം എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി മരിച്ചു വീണ ബിർള മന്ദിരത്തിന്റെ വാതിൽക്കലാണ് എന്റെ രാമൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. UP-യിലെ ജനങ്ങളും പറഞ്ഞത് അതാണ്. നമ്മൾ രാഷ്ട്രീയ നേതാക്കളാണ്, നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരാണ്, നമുക്കത് പറയാൻ പറ്റും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആ പാവങ്ങളെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിന്റെ പേര് പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരും ഇന്ത്യയിൽ പറഞ്ഞ മറുപടിയാണ്, ഇത് ഞങ്ങളുടെ രാമനല്ല, ഇത് നിങ്ങളുടെ രാഷ്ട്രീയ രാമനാണ്. രാമന് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, രാമൻ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ഞങ്ങൾക്ക് മതപരമായ വിശ്വാസമുള്ളവരാണ്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, രാമനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇവിടെ ചില ആളുകൾ ഒരിക്കലും അമ്പലത്തിൽ പോകാത്തവർ വരെ അയോധ്യക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ പോയവരാ കേരളത്തിൽ ചിലര്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇവിടെ അമ്പലത്തിൽ പോയില്ല, എന്നിട്ട് അയോധ്യക്ക് ടിക്കറ്റ് എടുത്ത് അവിടുത്തെ രാമനെ കാണാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെയും രാമനല്ല. അതല്ലേ പ്രതീക്ഷ എന്ന് പറയുന്നത്, ഹോപ്പ് എന്ന് പറയുന്നത് അതാ. ഞാൻ നിരാശനായിട്ടുള്ള ഒരാളല്ല ഇതൊന്നും കണ്ടിട്ട്. എന്റെ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകിയ ഒരു എനർജി എന്താണ്? സത്യത്തിൽ ആരാ ജയിച്ചത്? നമ്മളാണ് ജയിച്ചത്, നമ്മൾ തന്നെയാണ് ജയിച്ചത്, നമ്മുടെ ആശയമാണ് ജയിച്ചത്. ആ ആശയത്തെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല, ഒരു ബുൾഡോസറിനും പറ്റില്ല. ആളുകളെ പ്രചരണകാലത്തെ ഈ അർത്ഥത്തിൽ നടന്നു കഴിഞ്ഞിട്ടുള്ളത് കോഴി 10 കോഴി എത്തുന്ന ശ്രീ ആര്യാടൻ ചൗക്കത്ത് അദ്ദേഹത്തെ ഈ ആവശ്യപ്പെടാൻ പോവുകയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാനെ കുറിച്ച് 5 മിനിറ്റ് ഞങ്ങളോട് പ്രസംഗിച്ചു. കേസ് ഉണ്ടാക്കുവാൻ വയലാറവി ലോകത്തിൽ ശ്രീ BD സതീശൻ അവர்கள் Let our resolve be unwavering, our determination unyielding. Together we can bring about a change that will echo through the halls of justice. Together we can reclaim our constitution, restore the independence of our judiciary, and ensure that no family should endure the pain and anguish that we have gone through. I implore you to join us in our fight. Let us be the voice of the voiceless, the warriors of justice, and the guardians of our Constitution. Together we will prevail, and our struggles will serve as a testament to the indomitable spirit of the Indian people. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.